നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ഉണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു രംഗം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. ഈ കഥ നടക്കുന്നത് ഒരു ഒരു 10-21 കൊല്ലം മുമ്പാണ്. എനിക്കന്നൊരു 2 വയസ്സുള്ളൂ. എൻ്റെ വീട്ടിലും ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മോള്. എൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ ആ ഒരു തറവാട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഞാനാണ് ഏറ്റവും മൂത്തത്. എനിക്ക് മുമ്പ് ആരും ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും സ്നേഹവും ലാളനയും ഒക്കെ ഏറ്റിട്ടാണ് ഞാൻ ഒരു 2 വയസ്സ് വരെ ജീവിക്കണത്. അങ്ങനെ ഒരു 2 വയസ്സ്, ഒരു 2.25 വയസ്സായപ്പോഴാണ് എനിക്കൊരു അനിയത്തി ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് ആ ഒരു പ്രായത്തിൽ അറിയില്ല അമ്മ ഗർഭിണിയായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഉണ്ണി ഉണ്ടാവാൻ പോവാണ്, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും എനിക്കറിയില്ല. എൻ്റെ താരം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം എനിക്കൊരു 1.25-1.5 വയസ്സൊക്കെ ആയപ്പം എൻ്റെ ഒരു ബന്ധുവുണ്ട്, ആരും നഴ്സായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു 1.5 വയസ്സായപ്പോഴാണ് അമ്മ വീണ്ടും 2ാമത് പ്രഗ്നൻ്റ് ആയത്. പറഞ്ഞു, മോളേ ഇനി കുട്ടിക്ക് പാലൊന്നും കൊടുക്കാൻ പാടില്ല, അത് വയറ്റിലുള്ള കുട്ടികൾക്ക് അപകടമാണ്. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ പാല് കൂടി മുട്ടിച്ചു 1.5 വയസ്സിൽ. അങ്ങനെ അമ്മ പ്രഗ്നൻ്റായി. 2 വയസ്സ്, എനിക്കൊരു 2.25 വയസ്സായപ്പം ഉണ്ണി ജനിച്ചു. അപ്പം എന്നെ ഉണ്ണീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല. എനിക്കറിയില്ല അമ്മ ഗർഭിണിയായിരുന്നു, ഉമ്മയുണ്ടായിരുന്നു, എനിക്കറിയില്ല. അതൊക്കെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ്. സോ എന്തുണ്ടായതെന്ന് വെച്ചാൽ എന്നിങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാണ്, അനിയത്തിനെ കാണിക്കണ്ടേ. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ അമ്മയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ചെറുപ്പം കുഞ്ഞിലേ തൊട്ട് അമ്മ മാത്രം എടുക്കാൻ പാടുള്ളൂ, വേറെ ആരുടെ അടുത്തേക്കും പോവില്ല. അങ്ങനെയൊക്കെ ഞാൻ ആശുപത്രിയിലെത്തിയിട്ട് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം എൻ്റെ അമ്മേൻ്റെ അടുത്ത് വേറൊരു സാധനം കെടുക്കുക. അയ്യോ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് വേറൊരു കുട്ടി കെടുക്കുക, എന്നിട്ട് എല്ലാവരും പറയാ നിന്റെ ഉണ്ണിയാന്ന് പറയാം. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഇങ്ങനെയേ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് ആ കിടക്കുന്ന സാധനത്തിൻ്റെ നെഞ്ചിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗമായിട്ട് കയ്യെ പൊക്കിയിട്ട് നല്ലൊരു അടിയെ വെച്ചു കൊടുത്തു. അടി കിട്ടിയ അങ്ങനെയാക്കിയിട്ട് കുറെ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. അവൾ നല്ല കരച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്നെ ആശുപത്രിയിൽ നിർത്തി ശരിയാവില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ അമ്മയുടെ അടുത്ത് വേറൊരു കുട്ടി എടുക്കണത്. എനിക്ക് അറിയൂല അതെൻ്റെ ഉണ്ണിയാണ്. എന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉണ്ണി പിന്നെ കരച്ചിലേക്കായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത്. സോ അപ്പം അന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ്ങാണ്. അന്ന് ഞാൻ അവൾക്ക് കൊടുത്ത അടി ഇന്നും എനിക്ക് എല്ലാ ദിവസവും പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. സോ